അച്ഛൻ കാലം 11:11 എന്റെ അച്ഛൻ സമാധിയാവണമെന്ന് പറഞ്ഞ് സമാധി ആ പത്മപീഠത്തിലേക്ക് അച്ഛൻ ചെന്ന് ഇരുന്ന് അച്ഛൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് വന്ന് എനിക്ക് സമാധിയാവണമെന്ന് അച്ഛൻ പറഞ്ഞു. പത്മത്തിലേക്ക് തന്റെ പ്രാണൻ അച്ഛൻ ഇരുത്തി അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായി. ചടങ്ങുകളെല്ലാം ചെയ്ത് ഒരു 11:30 10:30 തുടങ്ങിയത്. 11:30 അച്ഛൻ കറക്റ്റ് സമാധിയായി. അവിടുന്ന് പിന്നെ 10 മണിക്കൂർ കഴിഞ്ഞാണ് സുഗന്ധദ്രവ്യങ്ങളും ഭസ്മം, കർപ്പൂരം ബാക്കി എല്ലാം ഇട്ട് അച്ഛന് തന്റെ അനാഗത ചക്രം വരെ ഇരുത്തി മൂടിയത്. എന്നിട്ടാണ് അച്ഛൻ ആ ഉയരെയുള്ള കല്ല് തിളക്കല്ല് പാവി ഇത് 3:30 ബ്രാഹ്മമുഹൂർത്തം 3:30 ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് തീർന്നു. അതാണ് അച്ഛന്റെ സമാധി, ജീവസമാധിയാണ്. ചന്ദ്രൻ മുത്തശ്ശേരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാതെ കിടക്കായിരുന്നു. പുലർച്ചെ ഒരു 5 മണിയായിട്ടുണ്ടാവും. മുത്തശ്ശി ഇങ്ങനെ നാരായണ നാരായണ എന്ന് വിളിച്ചു. ഞാൻ കേട്ടു നാരങ്ങ. ഉടനെ തന്നെ ഒരു നാരങ്ങ എടുത്ത് പൊളിച്ച് ഒരു അല്ലി എടുത്ത് വായിൽ വെച്ചു കൊടുത്തു. അതോടെ മുത്തശ്ശി ഏതായാലും നീ നാരങ്ങയുടെ കാര്യം ആരോടും പറയാൻ പോകണ്ട പുറത്ത്. അതെന്ത്? ചിലപ്പോ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. നാരങ്ങ കൊടുത്താ കൊലപാതകമാവോ? കാലം അതല്ലേ. രാഷ്ട്രീയക്കാരെങ്കിലും അറിഞ്ഞാൽ ഇനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് വിണച്ചന്റെ മാറിലേക്ക് അവൾ കാത് ചേർത്ത് വെച്ചു. എന്നിട്ട് അവൾ പാടി, കാറ്റും പോയി അച്ഛന്റെ കാറ്റും പോയി, കാറ്റും പോയി അച്ഛന്റെ